ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാറാണ്. ഈ നെല്ലിക്കേനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചുവന്ന നെല്ലിക്ക എന്നാണ്. പല സ്ഥലങ്ങളിലും പല പേരിലായിരിക്കും ഇതറിയപ്പെടുന്നത്. ലൂബിക്ക എന്ന് പറയും, ലൗലോലിക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നെല്ലിക്ക നല്ലപോലെ വൃത്തിയായി കഴുകിയെടുക്കുക. പിന്നീട് ഒരു പാൻ എടുത്ത് പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വൃത്തിയാക്കി കഴുകി വെച്ച നെല്ലിക്കയാണ്. നെല്ലിക്ക ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമ്മൾ ഇളക്കുക. ഏകദേശം ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഇത് ഇളക്കി യോജിപ്പിക്കണം. ആ പൊടികളെല്ലാം നെല്ലിക്കയുടെ എല്ലാ വശങ്ങളിലും ആവുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ ഇളക്കുക. ഈ ഒരു സമയത്താണ് നമ്മൾ അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നീട് കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും, കുറച്ചും കൂടി ടേസ്റ്റ് നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. നമ്മളുടെ ചുവന്ന നെല്ലിക്ക അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്.